പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനന്റെ കരാർ പുതുക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. 2029 വരെയാണ് വിപിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നത്. ക്ലബ്ബ് എന്നായിരുന്നു ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചത്. വിപിനെ പോലത്തെ മികച്ചൊരു ക്വാളിറ്റി താരം ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് എന്തുകൊണ്ട് ടീമിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. വിപിൻ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമായത്. താരം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: വരും വർഷങ്ങളിൽ ടീമിന് വേണ്ടി തന്നെ മികച്ചത് തന്നെ നൽകും. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തീർത്തും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ടീമിൽ തുടരാൻ സാധിച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് എന്നും വിപിൻ കൂട്ടിച്ചേർത്തു. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഫീവർ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അഡ്രിയൻ ലൂണ കളിച്ചേർന്നില്ല. അഡ്രിയൻ ലൂണയുടെ ആ ഒരു അഭാവം കഴിഞ്ഞ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. ഒരു പ്ലേ മേക്കർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഫൈനൽ തേർഡിലേക്ക് അധികം ബോളുകളൊന്നും എത്തിയിരുന്നില്ല. അടുത്ത മത്സരത്തിൽ ലൂണ കളിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്ന 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിന് മുൻപ് അഡ്രിയൻ ലൂണ തിരിച്ചെത്തുമെന്ന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള മിഗേൽ സ്റ്റെഹ്റെ വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തിലായിരുന്നു മിഗേൽ സ്റ്റെഹ്റെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത്. അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ വീക്കായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് അടുത്ത മത്സരത്തിൽ കൂടുതൽ ശക്തമാകും. അഡ്രിയൻ ലൂണയുടെ തിരിച്ചുവരവിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത പഞ്ചാബ് എഫ്സിയുടെ താരമായിട്ടുള്ള ലൂക്ക മഡിസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. രാഹുൽ KPയുമായിട്ടുള്ള ഒരു ക്ലാഷിനിടയിലായിരുന്നു ലൂക്ക മഡിസണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നത്. ലൂക്ക മഡിസന്റെ ജോയ്ക്ക് 2 ഫ്രാക്ചേഴ്സ് ഉണ്ട്. സർജറി വേണ്ടിവരുമെന്നും ഏതാണ്ട് 2 മാസത്തോളം താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നും ക്ലബ്ബ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂക്ക മഡിസന്റെ തിരിച്ചുവരവ് അല്പം വൈകിയേക്കും. കഴിഞ്ഞ ദിവസം താരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നെ തുടർച്ചയായി പരിഹസിക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ കൂവിയത് തനിക്ക് അതൊരു പ്രചോദനമായി എന്നാണ് ലൂക്ക മഡിസൺ പറയുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.